ഞാനിന്ന് പറയാൻ പോകുന്നത് മോനിഷ ഉണ്ണിയെക്കുറിച്ചാണ്. ആരാണ് മോനിഷ ഉണ്ണി? നെറ്റിയിൽ ചന്ദനക്കുറിയും മുഖത്ത് നിഷ്കളങ്കമായ ചിരിയുമായി മലയാള സിനിമയിൽ കൊടിയേറിയ ഒരു കൊച്ചു പെൺകുട്ടി. നീളമുടിയുള്ള സുന്ദരി. അതെ, മോനിഷ. മോനിഷ വിട പറഞ്ഞിട്ട് 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 3 തലമുറയോളം ആ ശാലീന സുന്ദരിയെ ഓർക്കാറുണ്ട്. മലയാളത്തിൽ 5 വർഷത്തോളം മോനിഷ നിറഞ്ഞാടുമ്പോൾ 25ഓളം സിനിമകൾ ചെയ്തിരുന്നു. ആദ്യ ചിത്രമായ 1986 പുറത്തിറങ്ങിയ നഖശതങ്ങളിൽ ഉർവശി അവാർഡ് നേടുമ്പോൾ പ്രായം 15 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1971 ജനുവരി 24 കോഴിക്കോട് പന്നിയങ്കരയിൽ പി നാരായണൻ ഉണ്ണിയുടെയും ശ്രീദേവി ഉണ്ണിയുടെയും മകളായിട്ടായിരുന്നു മോനിഷ ജനിച്ചത്. സജിത്ത് എന്നൊരു സഹോദരന് മോനിഷയ്ക്കുണ്ടായിരുന്നു. അച്ഛൻ ബാംഗ്ലൂരിൽ വ്യവസായിയായിരുന്നതിനാൽ മോനിഷ വളർന്നതും പഠിച്ചതുമെല്ലാം ബാംഗ്ലൂരിൽ തന്നെയായിരുന്നു. സിനിമയിലെത്തുമ്പോൾ മലയാളം മോനിഷയ്ക്ക് നല്ല വശമില്ലായിരുന്നു. നർത്തകി കൂടിയായ അമ്മ ശ്രീദേവി ഉണ്ണിയിൽ നിന്ന് കൂടിയാണ് മോനിഷ നൃത്തത്തിൻ്റെ ആദ്യ ചുവട് വയ്ക്കുന്നത്. 5-ാം വയസ്സ് മുതലായിരുന്നു നൃത്തത്തിൻ്റെ ആദ്യ ചുവടുകൾ വച്ചു തുടങ്ങിയത്. 9-ാം വയസ്സിൽ നൃത്തത്തിൽ അരങ്ങേറ്റം കുറിച്ച മോനിഷയെ ആ വേദിയിൽ വച്ച് തന്നെ യേശുദാസ് അനുഗ്രഹിക്കുകയും അവളെ സ്നേഹത്തോടെ ചേർത്ത് വച്ച് നാരായണീയം ചൊല്ലുകയും ചെയ്തിരുന്നു. 1985 കർണാടക ഗവൺമെൻറ് ഭരതനാട്യ നർത്തകർക്കായി നൽകിയ കൗശിക അവാർഡ് മോനിഷ സ്വന്തമാക്കി. ബാംഗ്ലൂരിലെ സെൻറ് ചാൾസ് ഹൈസ്കൂളിൽ നിന്നും ബിഷപ്പ് കോട്ടൺ ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും ആയിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. മൗണ്ട് കാർമൽ കോളേജിൽ നിന്നും സൈക്കോളജിയിലും ബിരുദം നേടി. ആദ്യമൊന്നും അഭിനയ മോഹം തീരെയില്ലായിരുന്നു മോനിഷയ്ക്ക്. ചൈൽഡ് സൈക്കോളജി പഠിച്ച് കുട്ടികൾക്കായി എന്തെങ്കിലും ചെയ്യുവാനും കലാപരമായി ഉയരങ്ങളിൽ എത്തണമെന്നും ആഗ്രഹിച്ച മോനിഷ യാദൃച്ഛികമായിട്ടാണ് സിനിമയിൽ എത്തുന്നത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MD വാസുദേവൻ നായരാണ് മോനിഷയെ സിനിമയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നത്. 1986 MD തന്നെ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത നഖശതങ്ങൾ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ മോനിഷയ്ക്ക് പ്രായം 14. വിനീതായിരുന്നു നായകൻ. ഗൗരി എന്ന കഥാപാത്രത്തിലൂടെ ആദ്യ സിനിമയിൽ തന്നെ ദേശീയ അവാർഡ് നേടുമ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രായക്കാരിയായ അഭിനേത്രി കൂടിയായിരുന്നു മോനിഷ. 6 വർഷത്തോളമായി മലയാളം, തമിഴ്, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ 25ഓളം ചിത്രങ്ങളിൽ മോനിഷ അഭിനയിച്ചു. ദേശീയ അവാർഡ് നേടുമ്പോൾ വെറും 15 വയസ്സ് മാത്രമായിരുന്നു പ്രായം. നമ്മെ മതിമറപ്പിക്കും വിധം പ്രതിഭ കൊണ്ട് ഭ്രമിപ്പിച്ച നക്ഷത്രക്കുഞ്ഞ് മോനിഷയെക്കുറിച്ച് MD വാസുദേവൻ നായർ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. നഖശതങ്ങൾ, ഋതുഭേദം, സായം സന്ധ്യ, ആര്യൻ, കനകാംബരങ്ങൾ, അധിപൻ, കുറിപ്പിൻ്റെ കണക്ക് പുസ്തകം, MDയുടെ തന്നെ കടവ്, കമലദളം, അങ്ങനെ 18ഓളം മലയാള ചിത്രങ്ങളിൽ മോനിഷ അഭിനയിച്ചു. MDക്ക് മോനിഷയോട് വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നതിനാൽ ഒരുപാട് സിനിമകളിൽ മോനിഷയ്ക്ക് ചാൻസ് കൊടുത്തിരുന്നു. ചെപ്പടി വിദ്യ എന്ന സിനിമാ സെറ്റിൽ നിന്നും ഒരു നൃത്ത റിഹേഴ്സലിനായി രാത്രി അമ്മയോടൊപ്പം കാറിൽ യാത്ര ചെയ്യുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ വെച്ചുണ്ടായ കാർ ആക്സിഡന്റിലായിരുന്നു മോനിഷ മരണപ്പെട്ടത്. 1992 ഡിസംബർ 5 ഈ അപകടം. 21 വയസ്സ് മാത്രമേ മോനിഷയ്ക്ക് അന്ന് പ്രായമുണ്ടായിരുന്നുള്ളൂ. അപകടത്തിൻ്റെ ആഘാതത്തിൽ കണ്ണ് ദാനം ചെയ്യണമെന്ന മോനിഷയുടെ ആഗ്രഹം നിറവേറ്റാൻ അമ്മ ശ്രീദേവി ഉണ്ണിക്ക് കഴിഞ്ഞിട്ടില്ല. ഡിസംബറിലെ തീരാനഷ്ടമായിരുന്നു മോനിഷയുടെ മരണം. കാറിൽ അമ്മയുടെ മടിയിൽ ഉറങ്ങുകയായിരുന്ന മോനിഷ ആ ഉറക്കത്തിൽ നിന്ന് പിന്നെ ഉണർന്നതേയില്ല. KSRTC ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. സംഭവത്തിൽ കാർ ഡ്രൈവർ, ഒരു പ്രൊഡ്യൂസർ എന്നിവരും മോനിഷയ്ക്കൊപ്പം മരണപ്പെട്ടിരുന്നു. നിരന്തര അപകടങ്ങൾക്ക് വഴിയൊരുക്കിയ എക്സ്റേ കവല പിന്നീട് മോനിഷ കവലയായി അറിയപ്പെടുകയും ചെയ്തു. 2013 മോനിഷയുടെ അച്ഛൻ ഉണ്ണി മരിച്ചു. കണ്ണ് ദാനം ചെയ്യണമെന്ന മോനിഷയുടെ ആഗ്രഹം ഉണ്ണിയിലൂടെ ശ്രീദേവി ഉണ്ണി നിറവേറ്റുകയും ചെയ്തു. താരപദവിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് 1992 ഡിസംബർ 5 21 വയസ്സുകാരിയായ മോനിഷ എന്ന കലാകാരിയെ കാർ ആക്സിഡന്റിന്റെ രൂപത്തിൽ മരണം തട്ടിയെടുക്കുന്നത്.